അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്ത മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളെ മുന്നല്ലോ പലക്ക് പറയുക ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിഷയം ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് സംബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് പെണ്ണുങ്ങൾ ചൊല്ലുമ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രായപൂർത്തി ഹന്ത എത്തുന്നത് ഒരു മെൻസസിലൂടെ ആയിട്ടിക്കട് ഹൈലറായിട്ടൂടെ ആയിട്ടിക്കട് ഹൈൽ ആവുരം ചെന്നെങ്കിൽ ഒരു പെണ്ണുങ്ങളെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഇക്കണക്കത്തെ ഒരു നാച്ചുറൽ അവസ്ഥയായിട്ടിക്കട്. ചില പെണ്ണുങ്ങൾക്ക് 5 നാൾ സാധാരണ അങ്ങനെ ആയിട്ടിക്കട്, 5 നാൾ 6 നാൾ 7 നാൾ ഹൈലിറക്ത പോയോണ്ടിക്കട്. ചില പെണ്ണുങ്ങൾക്ക് 10 നാൾ എല്ലാത്തിങ്ങളും 10 നാൾ ഹൈലിറക്ത അവരെ അവസ്ഥയ്ക്കട്. കുറോടി വായി അപൂർവ ചില പെണ്ണുങ്ങൾക്ക് 15 നാളും 15 ഡേയ്സും ഹൈലായിട്ടിക്കട്. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടിക്കട്. ഏതായാലും ഞാൻ ചെന്ന് പറഞ്ഞത് ആ ബ്ലീഡിങ് നിന്റെ പിന്നെ ഹൈല് രക്തം അവസാനിച്ചെങ്കിൽ അങ്ങ് നിർബന്ധമായിട്ടും ഒരു കുളിക്കണം. ഹൈല് കുളിൻ്റെ ആയിട്ടിക്കട് ഇത് ചൊല്ലും. ആ കുളിച്ച പിന്നെ അങ്ങ് നിസ്കാരം നിർബന്ധം വരും. അത്തരത്തോളം ഹൈലായിട്ടുള്ള ടൈമിലും നിസ്കരിക്കരുത്, ഹറാമായിട്ടിക്കട്. നിസ്കരിച്ചെങ്കിൽ ശിക്ഷ ഉണ്ടെനിക്കത്തെ ഒരവസ്ഥയായിട്ടിക്കട്. അപ്പം ഹൈല് രക്തത്തിൽ നിങ്ങൾ കുളിക്കണം. കുളിച്ചിട്ട് നിർബന്ധമായ കുളിച്ചാൽ പിന്നെ അങ്ങ് നിസ്കരിക്കോ തുടങ്ങണം. ആ നിസ്കാരം എങ്ങനെ ഏത് ടൈമിൽ ഏത് നിസ്കാരം തുടങ്ങണോട്ടുള്ളതായിട്ടിക്കട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ മുന്നിൽ ചൊന്നു തറകുന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മാഹിതി കറക്റ്റ് ഞങ്ങൾ പഠിക്കണം. ഞങ്ങൾ പഠിച്ചിട്ട് ഇതര പെണ്ണുങ്ങൾക്കും ചൊന്നു കൊടുത്തിട്ടു 90% പെണ്ണുങ്ങൾക്കും ഈ ഒരു മസാല ഗൊന്തില്ലാണ്ടുള്ള പരമസത്യ മനസ്സിലാക്കിയിട്ട് പരസ്പര ഗൊന്താക്കിയിട്ട് നല്ല രൂപത്തിൽ ഞങ്ങളെ അമലുകളെ ഞങ്ങൾ ധന്യ ആക്കുക, നല്ല ആക്കുക ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിൽ കടന്നു പണ്ട് ഒരു പെണ്ണിങ്ങ അശുദ്ധി, അതായത് ഹൈലായിട്ടുള്ള പെണ്ണിങ്ങ ശുദ്ധി അവരൊരു ടൈം ഉദാഹരണം ಅದಕ್ಕೆ മുന്നലോ നിങ്ങളുടെ ഒരു വിഷയം ഞാൻ ചൊല്ലുത്തണ്ട്. 5 വക്ത നിസ്കാരത്തെ ടൈമു ഞാൻ നിങ്ങൾക്ക് ഇതാ ഫസ്റ്റായിട്ട് ചൊല്ലുത്തണ്ട്. ഇത് ചൊന്നിട്ടു പിന്നെ ആ വിഷയം ചൊല്ലുമ്പോഴായിട്ട് അത് കറക്റ്റ് ഒരു പൂർണ്ണതയിൽ ബണ്ടത്. ലുഹുർ നിസ്കാരത്തെ ടൈമു ലുഹുർ ബാങ്കര പിടിച്ചിട്ട് അസർ ബാങ്ക് തൊളായിട്ടിക്കിടും. അസർ നിസ്കാരത്തെ ടൈമു അസർ ബാങ്കര പിടിച്ചിട്ട് മഗ്രിബ് ബാങ്ക് തൊളായിട്ടിക്കിടും. മഗ്രിബ് നിസ്കാരത്തെ ടൈമു മഗ്രിബ് ബാങ്കര പിടിച്ചിട്ട് ഇഷാ ബാങ്ക് തൊളായിട്ടിക്കിടും. ഇഷാ നിസ്കാരത്തെ ടൈമു ഇഷാ ബാങ്കര പിടിച്ചിട്ട് സുബഹി ബാങ്ക് തൊളായിട്ടിക്കിടും. സുബഹി ബാങ്കര ടൈമു സുബഹി നിസ്കാരത്തെ ടൈമു സുബഹി ബാങ്കര പിടിച്ചിട്ട് സൂര്യ ഉദിക്കറ തോളായിട്ടിക്കിടും. ഇതായിട്ടിക്ക് ഓരോ നിസ്കാരത്തെ ടൈമു. ഇത് ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? ഇതിൽ പിന്നെ ഞാൻ നിങ്ങളെ മസാലക്ക് വേണ്ട ഒരു പെണ്ണിങ്ങക്ക് ലുഹുർ നിസ്കാരത്തെ ടൈമിലോ പെണ്ണിങ്ങ ശുദ്ധിയായിത്ത്. ഒരു ഉദാഹരണം ഇണ്ട്. ലുഹുറോ 3 ഗಂಟರ ടൈമിൽ ഒരു പെണ്ണിങ്ങ അശുദ്ധിയിൽ നിന്ന്, അതായത് ബ്ലീഡിംഗ് എല്ലാം ക്ലീൻ ആയിത്ത് ഇവ കുളിക്കോ പോയിത്ത്. ഫർദ് കുളിച്ചിട്ട് ഹൈലൽ കുളിയെല്ലാം കുളിച്ചിട്ടെല്ലാം ಬಂತು 3 ಗಂಟೆಗೆ. അപ്പം ഈ പെണ്ണിങ്ങ ലുഹുർ നിസ്കാരം നിസ്കരിക്കണം. അന്യത്തിൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് നിസ്കരിച്ചാൽ പോകണം. ഇതെല്ലാം പെണ്ണിങ്ങോ ആക്രാർ. അതേ പെണ്ണിങ്ങക്ക് അസറിൻ്റെ ടൈമിൽ ഹൈല് നിണ്ടെത്തേണ്ട നിരിക്കാം. ഉദാഹരണം ഒരു 5 ಗಂಟೆ ആകുമ്പോൾ ഹൈല് രക്തം സ്റ്റോപ്പ് ആയിത്ത്. അസറിൻ്റെ ടൈമിലല്ലേ. അങ്ങനെ ആയെങ്കിൽ ഈ പെണ്ണിങ്ങ ഹൈല് പോയിട്ട് ഹൈല് കുളിയെല്ലാം കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് വന്ന പിന്നെ അസർ നിസ്കരിക്കുന്നതായിട്ട് സ്വാഭാവിക ഞങ്ങൾ കണ്ടോ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ലുഹുറിൻ്റെ വിശേഷം ഒന്ന് ലുഹുറിൻ്റെ ടൈമിലായെങ്കിൽ വേഗം കുളിച്ചിട്ട് പറഞ്ഞു ലുഹുർ നിസ്കരിക്കുന്നു എന്നതുപോലെ അസറിൻ്റെ ടൈമിൽ പറയുമ്പോൾ വേഗം കുളിച്ച് കൊണ്ട് അസർ നിസ്കരിക്കരുത്. അതല്ല, അത് തപ്പായിട്ടിക്കട. അങ്ങനെ അല്ല. അസറിൻ്റെ ടൈമിൽ ഒരു പെണ്ണിങ്ങ ശുദ്ധിയായെങ്കിൽ അതിമ വേഗം കുളിച്ചിട്ട് വന്നിട്ട് ഫസ്റ്റ് ലുഹുർ നിസ്കരിക്കണു, പിന്നെ ആയിട്ടിക്കട അസർ നിസ്കരിക്കണായത്. അർത്ഥമായിട്ടല്ലേ? മഗ്രിബിൻ്റെ ടൈമു, അതായത് മഗ്രിബ് ബാങ്കിൽ പിടിച്ച് ഇഷാ ബാങ്ക് തോളം, അതായിട്ട് മഗ്രിബിൻ്റെ ടൈം. ആ മഗ്രിബിൻ്റെ ടൈമിൽ ഒരു പെണ്ണിങ്ങ അശുദ്ധി സ്റ്റോപ്പ് ആയെങ്കിൽ, അതായത് ഹൈ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയെങ്കിൽ ആ പെണ്ണിങ്ങ കുളിച്ച് വന്നിട്ട് മഗ്രിബ് മാത്രം നിസ്കരിച്ച മയ്യാവും. അതേ ടൈമിൽ ഇഷാന്റെ ടൈം എപ്പോൾ ഇഷാ ബാങ്കിൽ പിടിച്ച് സുബൈത്തോളുള്ളൂ, സുബൈ ബാങ്കത്തോളം. അതിന് ഇടയിൽ ഒരു പെണ്ണിങ്ങൾക്ക് അശുദ്ധി നീങ്ങിത്തുണ്ടായി തിന്നെങ്കിൽ ഹൈൽ സ്റ്റോപ്പ് ആയിട്ടുണ്ടായി തിന്നെങ്കിൽ കുളിച്ചിട്ട് കാല് ഇഷാ മാത്രം നിസ്കരിച്ച മയ്യാവില്ലേ. ആ പെണ്ണിങ്ങ മഗ്രിബും കൂടി നിസ്കരിക്കണോ. ഏതുപോലെ ഞങ്ങൾ യാത്രയിൽ ജമ്മാക്കര നിസ്കാരം ഇല്ലേ, ഞങ്ങൾക്ക് ദൂര 132 കിലോമീറ്റർ കാണാൻ യാത്ര പോകില്ല ഒരു ജാഗ ഉണ്ടായിട്ട് ഒരു യാത്ര ഉണ്ടായിട്ട് തിന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാക്കാം നിസ്കാര ജമ്മാക്ക ചെന്ന് ഒട്ടികാക്കണ്ടായിട്ട് അർത്ഥം. അപ്പം ലുഹുറും അസ്റല്ലേ ഞങ്ങൾ ജമ്മാക്കറോ, അതുപോലെ മഗ്രിബും ഇഷാവുമല്ലേ ജമ്മാക്കറോ എന്നതുപോലെ ആ ജമ്മാക്കുമ്പോൾ ഒട്ടിക കൂട്ടർ നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കണു. അർത്ഥമായിട്ടല്ലേ? ലുഹുറിൻ്റെ ടൈമിലായി തിന്നെങ്കിൽ ലുഹുർ നിസ്കരിക്കണം. അഞ്ഞത്തെ കണ്ടിന്യൂ അസർ ബാങ്ക് പിന്നെ അസർ നിസ്കരിക്കണം. അങ്ങനെ കണ്ടിന്യൂ ആയി പോണു. അസറിൻ്റെ ടൈമില ഇഷായുടെ ടൈമില ഹൈല് നിൻ്റെതായി തിന്നെങ്കിൽ
ಅಸರೊಟ್ಟಿಗೆ ಲುಹುರಂ ನಿಸ್ಕರಿಕೊನು, ಇಶಾರ ಟೈಮ್ ಇಶಾರೊಟ್ಟಿಗೆ ಮಗರಿಬ್ ನಿಸ್ಕರಿಕೊನು. ಅದು ಜಮ್ಮ ಅದು ಕೂಟಿಟ್ಟು ಬಂಡ ನಿಸ್ಕಾರ ಆಯ್ತಿಕ್ಕರು ನಿಸ್ಕರಿಕೊನು. ഇനി ഒരു പെണ്ണിങ്ങക്ക് സുബൈ ബാങ്ക് കൊടുത്ത പിന്നെ ഉദാഹരണം 5 ഗಂಟೆಗೆ സുബൈ ബാങ്ക് ഉണ്ടായിത്തിന്നെങ്കിൽ ഒരു പെണ്ണിങ്ങക്ക് 5:15 ആ ശുദ്ധി നീങ്ങിത്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയപ്പോൾ ഇമ്മ പോയിട്ട് കുളിച്ചിട്ടല്ല വന്ന പിന്നെ സുബൈ നിസ്കരിച്ചങ്ങ് മയ്യാവും. ಗೊತ್ತಾಯ್ತದೆ. ಸುಬೈ ಬಾಂಗಲ್ ಪಿನ್ನೆಂಗಿಲ್ ಸುಬೈ ಬಾಂಗರ ಮುನ್ನಲು ಹೈಲ್ ಸ್ಟಾಪ್ ಆಯದೈತಿಂದಂಗೆ ಮಗರಿಬು ನಿಸ್ಕರಿಕೊನು, ಇಶಾ ನಿಸ್ಕರಿಕೊನು. ನಾ ಚೊಲ್ಟದು ಕರೆಕ್ಟ್ ನೀವು ಅರ್ಥ ಹಾಕೋರು. സുബൈയുടെ ടൈം എപ്പാ? സുബൈ ബാങ്കൽ പിടിച്ചിട്ട് സൂര്യ ഉദിക്കുന്ന ടൈം പോലെ. അതിൽ പിന്നെ ഉദാഹരണം ഈ ഒരു 8 ഗಂಟೆ ടൈമിലു അല്ലെങ്കിൽ ഒരു 9 ಗಂಟೆಗೆ ഒരു പെണ്ണിങ്ങക്ക് ഹൈൽ സ്റ്റോപ്പ് ആയിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയെങ്കിൽ അയിമക്ക് നിസ്കരിക്കണം ഉണ്ടായില്ല, വേഗം പോയിട്ട് കുളിച്ചിട്ട് പറ മുണ്ട തെക്കാം. ലുഹർ ബാങ്കൽ പിന്നെ ലുഹർ നിസ്കാരം മാമൂലായിട്ട് നിസ്കരിച്ച് തുടങ്ങിയാൽ മയ്യാവും. കാരണം അവിടെ പിന്നെ വേറെ ഏത് വക്തില്ല. സുബൈയുടെ ടൈം കഴിഞ്ഞ പിന്നായിട്ടേക്ക് നമുക്ക് ബ്ലീഡിങ് നിണ്ടതെങ്കിൽ അവിടെ പിന്നെ വേറെ ഏത് നിസ്കരിക്കണ്ട, പിന്നെ ലുഹറിനെ പിന്നെ നിസ്കരിച്ച് കണ്ടിന്യൂ ആയിട്ട് തുടങ്ങിയെങ്കിൽ മയ്യാവും. വെരി ക്ലിയർ. എന്നവർക്ക് ചൊല്ല ലുഹറിന്റെ ടൈമിൽ ഒരു പെണ്ണിങ്ങൾക്ക് ബ്ലീഡിങ് നിണ്ടതെങ്കിൽ അയിമ ശുദ്ധിയായിട്ട് കുളിച്ചിട്ട് ലുഹർ നിസ്കരിച്ച മയ്യാവൂ. അസറിന്റെ ടൈമിലായിട്ട് ഇന്നെങ്കിൽ അസർ മയ്യാവില്ല, ലുഹറും നിസ്കരിക്കണോ അസറും നിസ്കരിക്കണോ. മഗ്രിബിന്റെ വക്തിലായിട്ട് ഇക്കട്ട് അയിമക ഹൈൽ നിன்றതെങ്കിൽ കുളിച്ച് വന്നിട്ട് മഗ്രിബ് നിസ്കരിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകണു. അതിൻ്റെ ഇഷായുടെ ടൈം ചമ്മണ്ടു, ഇഷാ ബാങ്കർ പിടിച്ച് സുബൈ തോറുണ്ടു. അതിൽ ഇടകായിട്ട് ഒരു പെണ്ണിങ്ങൾക്ക് ബ്ലീഡിങ് നിൽക്കരുതെങ്കിൽ അയിമ സുബൈ ഗഞ്ചിത് പറഞ്ഞിട്ട് സുബൈ നിസ്കരിച്ച മയ്യാവില്ല, ജാവേ നിൽക്കണു, സുബൈ ബാങ്കർ മുന്നലേ നിൽക്കണു, എണിച്ചിട്ട് മഗ്രിബും ഇഷാവും നിസ്കരിക്കണു. ഇനി സുബൈയുടെ വക്ത് ഒരു 5 ഗಂಟೆ ബാങ്ക് ഉണ്ടായിന്, സുബൈ ബാങ്കർ പിന്നെ ഒരാൾക്ക് ഹൈല് നിണ്ടെത്തുണ്ടായി തിന്നെങ്കിൽ ആ പെണ്ണിങ്ങ ഹൈല് കുളിച്ചിട്ടായിട്ട് സുബൈ നിസ്കരിച്ചാൽ മതിയാവും. സുബൈയുടെ വക്തല്ലത്തിൽ സൂര്യ ഉദിച്ചിട്ടല്ലായിട്ട് ഒരു 8 ಗಂಟೆ 9 ಗಂಟೆ 10 ಗಂಟೆ ടൈം ഒരു ബ്ലീഡിങ് നിൻ്റെതായിട്ട് എന്നെങ്കിൽ അതിനെ കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഉച്ചൽ പിന്നെ ലുഹർ നിസ്കരിച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടങ്ങിയ മയ്യാവൂ. ഇതായിട്ട് മസാല ചമ്മ പെണ്ണിങ് ആക്കർ എങ്ങനെ ചെന്നെങ്കിൽ അസറ ടൈമിൽ ഹൈൽ നിന്നുണ്ടെങ്കിൽ കുളിച്ച് വന്ന് അസറെ നിസ്കരിക്കുക, ഇഷാര ടൈമിൽ ഹൈൽ നിന്നുണ്ടെങ്കിൽ കുളിച്ച് വന്ന് ഇഷായെ നിസ്കരിക്കണം. അവിടെ മഗ്രിബ് വിടുറാറ്, ഇവിടെ ലുഹറും വിടുറാറ്. അത് കടുത്ത തപ്പായിട്ടിക്കട് ഈ മസാല എല്ലാവരും പഠിക്കണം. ഇത്രേ പെണ്ണിങ്ങൾക്കും ഉപകാരം അവരുടെ രൂപത്തിൽ ചൊന്നു കൊടുക്കണം. അള്ളാഹു താല നിങ്ങൾക്ക് ചമ്മ ആമാല് പഠിക്കണായ പോലെ പഠിച്ചിട്ട് ഞങ്ങളെ നല്ല രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട എനിക്കത്തെ അമലാക്കും. അള്ളാഹു തൗഫീഖ് തരട്ട്. ചമ്മ ആൾമാർ കമൻറ്റിൽ വന്ന് ദുആ കൊണ്ട് വസിയത്താക്കിക്കൊണ്ട് കിടാറ്. അള്ളാഹു താല എല്ലാ ആൾമാർ എല്ലാ മുറാദുകളെ ഹാസിലാക്കട്ട്, രോഗങ്ങൾക്ക് ശിഫ നൽകട്ട്. ഗർഭിണികളായ സ്ത്രീകൾക്ക് അള്ളാഹു താല സുഖപ്രസവ ബീവി ഉമ്മ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.